നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കോഴ വിവാദം. UDFന്റെ അപവാദ പ്രചരണങ്ങൾക്കെതിരെ CPIM പ്രതിഷേധിച്ചു. നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഭരണത്തിനായി ആരുടെയും പിന്തുണ തേടേണ്ട സാഹചര്യം CPMനില്ലെന്നും നുണപ്രചരണങ്ങളെ അവജ്ഞയോടെ തള്ളുന്നുവെന്നും ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. കോഴ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും ഓട്ടുപാറയിൽ നടന്ന പൊതുയോഗത്തിൽ നേതാക്കൾ ആരോപിച്ചു. മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത പ്രതിഷേധ മാർച്ചിൽ 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്നു. പ്രശസ്തമായ കാളിയാറോട് ചന്ദനക്കുടം നേർച്ച ഫെബ്രുവരി 12 മുതൽ 14 വരെ ആഘോഷിക്കും. നേർച്ചയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ചേർന്ന വിശദീകരണ യോഗം ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിച്ച് നേർച്ച സുഗമമായി നടത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പോലീസ്, ഫോറസ്റ്റ്, എക്സൈസ്, KICB ഉദ്യോഗസ്ഥർ യോഗത്തിൽ അവതരിപ്പിച്ചു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ കുളമ്പുമുക്ക് 7ാം വാർഡിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്രഷർ ലോറികളുടെ അമിത വേഗതയ്ക്കും നിയമലംഘനങ്ങൾക്കുമെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. സദേൺ, സഹാറ, സെന്റ് മേരീസ് എന്നീ ക്രഷറുകളിൽ നിന്നുള്ള ടോറസ് ലോറികൾ അമിത ലോഡുമായി ഗ്രാമീണ റോഡുകളിലൂടെ പായുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും വലിയ ജീവൻ ഭീഷണിയാണ് ഉയർത്തുന്നത്. ലോറികളിൽ നിന്നുള്ള കരിങ്കൽ പൊടി ശ്വസിച്ച് പ്രദേശവാസികൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായും വാഹനങ്ങൾ നിയന്ത്രണമില്ലാതെ സർവീസ് നടത്തുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. പഞ്ചായത്ത് മെമ്പറുടെ സാന്നിധ്യത്തിൽ ലോറികൾ തടഞ്ഞു. സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് വടക്കാഞ്ചേരി പഴയ റെയിൽവേ ഗേറ്റ് റെയിൽവേ അധികൃതർ ഇരുമ്പ് പാത്തികൾ ഉപയോഗിച്ച് കെട്ടിയടച്ചു. റെയിൽവേ ട്രാക്കിന് സമീപം അശ്രദ്ധമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പതിവായതോടെ അപകട സാധ്യത വർദ്ധിച്ച സാഹചര്യത്തിലാണ് റെയിൽവേയുടെ നടപടി. കാൽനട യാത്രക്കാർക്ക് മാത്രം കടന്നുപോകാൻ കഴിയുന്ന വിധത്തിൽ ഒരാൾ പൊക്കത്തിലുള്ള ട്രാക്കിന് കുറുകെ സുരക്ഷാ വേലികൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ ട്രാക്കിനടുത്തേക്ക് കടന്നു ചെല്ലുന്നത് തടഞ്ഞതോടെ പ്രദേശത്തെ അപകട ഭീഷണിക്ക് ശാശ്വത പരിഹാരമാകും.